ഹായ് ഹലോ മദർ യൂണൂസിലേക്ക് സ്വാഗതം. എന്നെ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ വ്യക്തികൾക്കും ശാന്തിയും സമാധാനവും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷവും അതേ ഭാരം നമ്മളുടെ ഹൃദയത്തിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ആ ഭാരം വിട്ട് മാറുന്നതിന് വേണ്ടി, സമാധാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ആ ഭാരം മനസ്സിൽ വെക്കരുത്. എന്നാൽ ആ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. നമ്മളുടെ എന്ത് ഭാരമാണെങ്കിലും അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് നമ്മൾ സമാധാനമായി ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് വിശ്വാസത്തോടു കൂടി നമ്മുടെ എന്ത് പ്രാർത്ഥനയാണോ അത് ദൈവത്തിൽ ഏൽപ്പിച്ച് സമാധാനത്തോടു കൂടി ഇരിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണൂസ്, താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ഓക്കെ, ത്രീ ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 6, 5, 4, 1, 12, 3 ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന രാശി മിഥുനം, തുലാം, കുംഭം, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ഇടവം, കന്നി, മകരം, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, മേടം, ചിങ്ങം, ധനു, ഏരിസ്, ലിയോ, സാജിറ്റേറിയസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ക്യാൻസർ, സ്കോർപിയോ, സ്പൈസീസ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തങ്ങളിൽ അകന്നു പോയിട്ട് ഒന്നുകിൽ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ആയിട്ട് ഇപ്പോൾ 6 മാസമായിരിക്കാം, അല്ലെങ്കിൽ 6 വർഷം. 6 എന്ന് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിൽ ഈ അടുത്ത സമയത്തായിട്ട്, പക്ഷെ ജോലി സ്ഥലത്തായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ജോലിയായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അത് നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ച് നിങ്ങൾക്ക് മാറിപ്പോകേണ്ടതായി വരുന്ന ഒരു എനർജി ഈ അടുത്ത സമയത്തായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആയിട്ടോ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചു, കാത്തിരുന്നു, അത് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചു, സഹിച്ചു. പക്ഷേ ഒന്നും കഴിയാതെ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടോ ആ എഫേർട്ടിലെല്ലാം നിങ്ങളെ മാനസികമായി തകർന്ന്, ഇവിടെ കാണാം, ഇവിടെ വെച്ച് ഈ വള്ളത്തിൽ വെച്ചിരിക്കുന്ന വാളുകളെല്ലാം നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് വ്യക്തിയാണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എന്ത് ജോലിയാണോ അതിന് മുന്നിൽ നിങ്ങൾ മാനസികമായി അടിയറവ് വെച്ചിട്ടുണ്ട്. എന്നിട്ടും അവിടെ ഒരു മാറ്റവും വരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒന്ന് ഉപേക്ഷിച്ച് നിങ്ങൾക്ക് പോകേണ്ടതായി വരുന്നത്, മൂവ് ഓൺ ചെയ്യേണ്ടതായി വരുന്നത്. ഓക്കെ, ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു എന്നറിയില്ല. റെസനേറ്റ് ആകുന്നവർ ദയവായി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ഇവിടെ ഫൂളിൻ്റെ കാർഡാണ്. നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയിരിക്കും നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ
ചിലപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ വാക്കുകൾ വിശ്വസിച്ച് ചില വഴക്ക് പ്രശ്നങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ വഴക്കാണ് വന്നിരിക്കുന്നത്, 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ചില വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി പോയി, അങ്ങനെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴക്ക് അവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, അങ്ങനെ ഒരു സംശയം വേണ്ടില്ലായിരുന്നു, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നു. ചില ഫോളിഷായിട്ടുള്ള ഒരു വിഡ്ഢിത്തമായിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുത്തു, ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയി കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു കൊടുത്തു, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അത് ചെയ്യണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മനസ്സിൽ ഒരുപാട് കോൺഫ്ലിക്റ്റും ഉണ്ടാകുന്നുണ്ട്. ഞാൻ എടുത്ത തീരുമാനം വളരെ വിഡ്ഢിത്തമായിട്ടുള്ള തീരുമാനമായിപ്പോയി, അങ്ങനെ വിട്ടുകൊടുക്കേണ്ടതായിരുന്നില്ല. ചില സമയത്തൊക്കെ അതൊരു വെല്ലുവിളിയായിട്ടും എടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹെറോഫെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങൾ ചില വ്യക്തികളിൽ നിന്നും നോളേജ്, ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിലാണോ വിഷമിക്കുന്നത് ആ കാര്യവുമായി ബന്ധപ്പെട്ട് ചില നോളജ് ഉള്ള വ്യക്തികളിൽ നിന്നും പോം വഴി തിരയുന്നതായി കാണുന്നു. മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പോം വഴി തിരയുന്നു. അത് സ്പിരിച്വലായിട്ടുള്ള ചില വ്യക്തികളിൽ നിന്നായിരിക്കാം നിങ്ങൾ കൂടുതലും പോം വഴി തിരയുന്നത്. കാരണം നിങ്ങൾ ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ജഗിൾ ചെയ്യുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഹെർമിറ്റ് മൂഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ശബ്ദം എന്ത് എന്ന് അന്വേഷിക്കുന്നതായി കാണുന്നു. ഇപ്പോൾ സ്പിരിച്വലായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ചില ആസ്ട്രോളജിയോ ടാരോ റീഡറോ ഒക്കെ കണ്ടിട്ട് ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് ഒരു വഴി ഇവിടെ കാണാം. ഒരു 2 താക്കോൽ ഇവിടെ വെച്ചിരിക്കുന്നതായി കാണാം. നിങ്ങളിപ്പോൾ നേരിടുന്നതായിട്ടുള്ള ചില ഡേഞ്ചർ സിറ്റുവേഷനെ അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ തകർത്തിരുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു വഴി എങ്ങനെയാണ് തെളിയുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ചില വ്യക്തികളെ നേരിട്ട് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില അഡ്വക്കേറ്റിനെ കണ്ടിട്ടായിരിക്കാം നിങ്ങളത് അറിയുന്നതായി കാണുന്നു. ചില വ്യക്തികൾ ഇവിടെ മാനസികമായും ശാരീരികമായും ഒരുപാട് തളർന്ന് ക്ഷീണിച്ചു ഒരു പക്ഷേ ഡോക്ടറെ വരെ വിസിറ്റ് ചെയ്തതായി കാണുന്നു, കൺസൾട്ടിങ് എടുത്തതായി കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ എംബ്രറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. എംബ്രർ നിങ്ങളിപ്പോൾ സെൽഫ് കോൺഫിഡൻസ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു പവർ വന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ തളർന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ വളർന്നിരിക്കുന്നു എന്ന്, നിങ്ങൾക്ക് മാനസിക വളർച്ച ലഭിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് എന്നെ കാണുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിലും വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സ്റ്റേബിളായിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില ജോലി തിരഞ്ഞെടുക്കണം, ചില ബിസിനസ്സുകൾ എനിക്ക് വേണം, എനിക്ക് സാമ്പത്തികമായി ഉയർച്ച വേണം, എനിക്ക് നല്ല ഒരു പൊസിഷൻ എനിക്ക് വേണം, അത് ഞാൻ കഷ്ടപ്പെട്ട് തന്നെ മറ്റാരുടെയും പൈസയിലല്ല സ്വന്തം അധ്വാനത്തിൻ്റെ ഫലത്തിൽ തന്നെ ഞാൻ വിജയം കാണുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി കാണുന്നുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിനുവേണ്ടി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഒരു വിജയം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരു പവർ നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളോട് തന്നെ ഒരു വാശി തോന്നുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നു, ഒരു ഗ്രോത്ത് ആണ്. മജീഷ്യൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ യൂണിവേഴ്സിൻ്റെ ഒരു പവർ ഇറങ്ങിയതോടുകൂടി നിങ്ങൾക്കിപ്പോൾ എന്തും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളെക്കൊണ്ട് കഴിയും ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ. നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി നിങ്ങൾ നേടിയെടുക്കുമെന്നുള്ളൊരു വാശി നിങ്ങളുടെ ഉള്ളിൽ തോന്നുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് വരുന്നതിന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളാൽ അസാധ്യമായ ഒന്നും ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ,
താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബോധോദയം വന്നിരിക്കുന്നു, ഒരു അവെയർനെസ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ നിങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു പുതു വെളിച്ചം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഇതുവരെയും അന്ധകാരത്തിലായിരുന്ന ചില ചിന്തകൾ, ചില പ്രവർത്തികളെല്ലാം നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. പാമ്പ് തൻ്റെ പടം ഒരിച്ച് വയ്ക്കുന്നത്, തൻ്റെ സ്കിൻ എങ്ങനെയാണോ ഒരിച്ച് മാറ്റിയിട്ട് ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് പുറത്തിറങ്ങുന്നത് പോലെ നിങ്ങൾ കുറച്ച് നാൾ ഇതുപോലെ ഹാങ്ഡ് സിറ്റുവേഷനിൽ നിന്നിട്ട് നിങ്ങളുടെ പുറമേ ഉള്ള ആ ഒരു മാനസിക പ്രോബ്ലങ്ങളെല്ലാം ഉരിച്ച് മാറ്റി വെച്ചിട്ട് ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ അവസാനിപ്പിച്ച് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു ഗ്രോത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള ഒരു അവെയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം നിങ്ങളുടെ എനർജിയാണ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 3 ഓഫ് പെൻറ്റിക്കിളാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഈ അന്ധകാരത്തിൽ നിന്നും പുറത്ത് കടക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചില വ്യക്തികളുടെ ഉപദേശങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളത് കേൾക്കാൻ തയ്യാറാകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രെങ്ത് വേണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില വ്യക്തികളിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കുന്നു. ഓക്കെ, ചില വ്യക്തികളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് മാറ്റം എങ്ങനെ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ചില അറിവുള്ള വ്യക്തികളിൽ നിന്നോ, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ, ബന്ധുക്കളിൽ നിന്നോ നിങ്ങൾ അത് പഠിക്കുന്നു. കാരണം ഈ ഒരു വ്യക്തിയുടെ ഉപദേശം, ഈ ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഉപദേശം കേട്ടില്ല എങ്കിൽ നിങ്ങൾ അന്ധകാരത്തിലാകാം. ഈ ഇവിടെ പ്രകാശത്തിനും അന്ധകാരത്തിനും മധ്യത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ. നിങ്ങൾക്ക് സ്ട്രെങ്ത് വേണമെന്ന് നിങ്ങൾ വിചാരിച്ചു കൊണ്ട് നിങ്ങൾ ഇനി ആ കരഞ്ഞ സ്ഥലത്ത് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. നിങ്ങൾക്കൊരു പ്രകാശം വേണം. ഇത്രയും നാൾ അന്ധകാരത്തിലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രകാശം വേണമെന്നത് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം, മറ്റുള്ളവരുടെ കൗൺസിലിംഗ് നിങ്ങൾ എടുക്കാൻ തയ്യാറാകുന്നു. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ട് ജീവിതത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾ തയ്യാറാകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കാർഡ്സും നിങ്ങൾക്ക് കറക്റ്റ് ആകുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി അഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ആകുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? എൻ്റെ വ്യൂസിനെ പ്രതി, എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ 9 ഓഫ് സോഡിൻ്റെ എനർജിയിലാണ് പോകുന്നത്. നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ കരഞ്ഞുകൊണ്ടിരുന്ന കാറ്റ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി. ഓക്കെ, നിങ്ങൾ ഇപ്പം മാനസികമായിട്ടും നിങ്ങൾക്ക് വിജയിക്കണം എന്ന് വിചാരിച്ച് കവചങ്ങളൊക്കെ പൊട്ടിച്ച് നിങ്ങൾ പുറത്ത് വന്നതോടുകൂടി ഇങ്ങോട്ട് വീശിക്കൊണ്ടിരുന്ന നെഗറ്റിവിറ്റി മുഴുവനും തിരിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തേക്ക് പോയതായി കാണുന്നു. അവർക്കിപ്പോൾ ഡിപ്രഷനാണ്, അവർക്ക് കുറ്റബോധമാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓറായുടെ ശക്തി അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്തിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ സ്നേഹത്തെ ഓർത്തിട്ട് അവർക്ക് ഒരുപാട് ഡിപ്രഷൻ തോന്നുന്നു. നിങ്ങളുടെ ചിന്ത അവരിലേക്ക് നിറഞ്ഞു കവിയുന്നു. അവർക്കൊരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം ഓവർഫ്ലോ ആകുന്നു നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത. അവർ ഒരുപാട് പ്രാവശ്യം അത് ഇഗ്നോർ ചെയ്യുവാൻ ശ്രമിക്കുന്നു. അതെനിക്ക് ചിന്തിക്കേണ്ട എന്നൊക്കെ വിചാരിക്കും തോറും അവർ പകലെല്ലാം ഓരോ കാര്യങ്ങളും തേർഡ് പാർട്ടിയും അതും ഇതും സന്തോഷവും കൂട്ടുകാരും ഒക്കെ ആയിട്ടൊക്കെ നടന്നു പോയിട്ട് രാത്രിയാകുന്ന സമയത്ത് നിങ്ങളുടെ ചിന്ത കാരണം അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ, കുറ്റബോധം അവരെ ഒരുപാട് വേട്ടയാടുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 471922 ആവർത്തിച്ചു 20. ഓക്കെ, അപ്പം ഈ ഒരു ഡേറ്റോ മന്തോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണുമായി ഏതെങ്കിലും രീതിയിൽ റെസിനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഓക്കെ,
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയതോ 7 മന്ത് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 7 ആഴ്ചയായിട്ടുണ്ടായിരിക്കാം. 7 എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു മൂവ് ഓൺ ചെയ്ത ദിവസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റ് ആയിരിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എംപറർ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്വയം തന്നെ ദേഷ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, മറ്റാരോടുമല്ല, സെൽഫായിട്ട് ഒരു ദേഷ്യം അവർക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണെ എവിടെ നിന്നെങ്കിലും ആരുടെയെങ്കിലും ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില സപ്പോർട്ടോ ജോലിയോ ഒരു ഗവൺമെൻറ് ജോലിയോ മറ്റെന്തെങ്കിലും ലഭിച്ച സമയത്ത് അവരാരൊക്കെയോ ആർത്ഥികമായിട്ട് കുറച്ച് ഗ്രോത്ത് ഉണ്ടായ സമയത്ത് അവർ നിങ്ങളെ തള്ളിക്കളഞ്ഞു. ഓക്കെ, അവരുടെ ജീവിതത്തിൽ ഒരു പെട്ടെന്നൊരു മാറ്റം, ഒരു ജോലി, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ നിന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചില വ്യക്തികൾ എനിക്ക് ലഭിക്കും എന്നുള്ളൊരു പാപത്തിൻ്റെ ചിന്ത അവരുടെ ഉള്ളിലേക്ക് വന്നു. നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധ വയ്ക്കുകയും നിങ്ങളെ ഉപേക്ഷിച്ച് കൊണ്ട് തന്നെ ചില വ്യക്തികളിലേക്ക് കടന്നു പോകുകയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ പിറകിലേക്ക് തള്ളിക്കളയുകയും ചെയ്ത ഒരവസ്ഥയിൽ കൂടി പോയിരുന്നതായി കാണുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം റിയലൈസ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് കുറ്റബോധം തോന്നുന്നു, നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു, മാപ്പ് ചോദിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ അവർക്ക് ആദ്യമേ നിങ്ങളോടുണ്ടായിരുന്ന ഒരു ദേഷ്യവും ഫീൽ ചെയ്യുന്നില്ല. അവർ ഇപ്പോൾ മാനസികമായും തകർന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ വഴിക്ക് വന്നിരുന്നതായിട്ടുള്ള സ്നേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെയോ ആയിട്ടുള്ള വഴി അവർ തിരിച്ചു വിടുകയായിരുന്നു. സാമ്പത്തികത്തിൻ്റെ നേർക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വിടുകയായിരുന്നു. ഒരു പക്ഷേ നിങ്ങളായിരിക്കും അവർക്ക് നല്ല ഉപദേശങ്ങളും നല്ല മോട്ടിവേഷനും ഒക്കെ കൊടുത്ത് അവരുടെ ജീവിതത്തിലേക്കുള്ള പാത നിങ്ങൾ കാണിച്ചു കൊടുത്തത്. എന്നാൽ അതിലേക്ക് കടന്നുപോയി അവർക്ക് കുറച്ച് മേൽഗതി വന്നപ്പോൾ നല്ല ഉപദേശങ്ങളൊക്കെ കിട്ടി അവർക്ക് അവരുടെ ലൈഫ് ബെറ്ററായി തുടങ്ങിയപ്പോൾ നിങ്ങളിൽ നിന്നും അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവ് തോട്ട് അവരിൽ വരികയും നിങ്ങളിൽ നിന്നും മാറി ചിന്തിച്ച് അവർ മറ്റൊരു വഴിയിൽ കൂടി നിങ്ങളെ ഉപേക്ഷിച്ച് പോകുകയും ചെയ്തതിൽ അവർക്കൊരുപാട് മനോവേദന ഉണ്ട്. 4 ഓഫ് സോഡിൻ്റെ എനർജി അവർ കർമ്മയെ ഭയപ്പെട്ട് അവർ തളർന്ന് കിടക്കുന്നു. ഓക്കെ, അവർക്ക് എപ്പോഴും മാനസിക വിഷമം ഉണ്ട്. ഇപ്പോൾ അവർക്ക് ഒരു ഈഗോയും ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അവർ കർമ്മയെ ഭയപ്പെടുന്നുണ്ട്. അവരെന്തൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് അവരെന്തൊക്കെ നേടിയെടുത്തോ അതൊന്നും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർക്ക് സന്തോഷിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അവർക്കൊന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. 4 ഓഫ് കപ്പിൻ്റെ എനർജി, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം അവരുടെ മുന്നിൽ കോളും മെസ്സേജിനായിട്ട് ചെന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു ഇഗ്നോർ ഫീല് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നാൾ നിങ്ങൾ അങ്ങോട്ട് ചെന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പ്രശ്നം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇഗ്നോർ ചെയ്യുന്നത് എന്നുള്ളത് അവർ വിചാരിച്ചു. നിങ്ങളെപ്പോഴും അവരുടെ കാൽ കീഴിൽ തന്നെ കരഞ്ഞ് കിടക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. ഓക്കെ, ഇവിടെ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും അറിയാത്ത രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങളെ ഹൈഡ് ചെയ്തു നിങ്ങളുടെ പേഴ്സൺ നിന്നിരുന്നു.
ഓക്കെ, ആ ഒരു ഹൈഡിങ് ആണ് നിങ്ങളുടെ ഇടയിൽ സംശയങ്ങൾ ഉണ്ടാകാൻ കാരണമായത്. എന്താണ് ഈ മറയ്ക്കുന്നത്, ഓപ്പൺ അല്ല, ചില നിഗൂഢതകൾ ഒളിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയ സമയം മുതൽ നിങ്ങളുടെ ഇടയിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായി തുടങ്ങി. ഓക്കെ, ആ ഒരു സമയത്ത് എന്താണ് മറയ്ക്കുന്നത്, എന്താണ് ഒളിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വന്നതോടുകൂടി നിങ്ങളുടെ ഇടയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ വന്നു. ഓക്കെ, അവിടെ അതുമുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് എന്ത് തീരുമാനമെടുക്കണമെന്ന് ഒരു അറിവുമില്ല. കാരണം നിങ്ങളെ ചതിച്ചു എന്നുള്ളത് ഇവിടെ കൺഫേം ആണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പിറകിൽ നിന്നും കുത്തിയ ഒരു എനർജി ആ കാർഡ് അകത്തോട്ട് കയറിപ്പോയി. ഓക്കെ, അത് വന്നതായിരുന്നു, അത് അകത്തോട്ട് കയറിപ്പോയി. ഓക്കെ, നിങ്ങളെ പിറകിൽ നിന്നും കുത്തിയ ഒരു എനർജിയിൽ കൂടിയായിരുന്നു. കാരണം നിങ്ങളെ ചതിക്കുകയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ മനഃപൂർവ്വം. അപ്പോൾ ആ ചതിയായിരുന്നു നിങ്ങളെ മറച്ച് വെച്ചിരുന്നത്. അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് വരെയും, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് ബ്രേക്കപ്പ് ആക്കുന്നത് വരെയും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യം നിങ്ങളിൽ മറച്ച് വെച്ചിരുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ രണ്ടും 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങളുടെ ലൈഫിൽ മറ്റേതെങ്കിലും പേഴ്സൺ വന്നോ എന്നൊന്നും അവർക്ക് അറിയാൻ കഴിയുന്നില്ല. എന്നാൽ അവർക്കൊന്നും പ്രവർത്തിക്കാനും പറ്റുന്നില്ല. നെഗറ്റീവ് തോട്ടുകൾ അവരിൽ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരിക്കലും നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല. മാത്രമല്ല അവർക്ക് സമാധാനവും ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് ജഡ്ജിമെൻ്റ് ആണ്. ഈ അനുഭവിക്കുന്നതെല്ലാം ഒരു കർമ്മയുടെ ഫലമാണ്. അവർ അവരെപ്പോഴോ ചെയ്തു പോയ ചില കർമ്മയുടെ ഫലമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. വീണ്ടും വന്നിരിക്കുന്നത് 9 ഓഫ് സോഡ്. നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ഇതുപോലെ ഈ 2 ഡബിളാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ കർമ്മ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു അനുഭവം കിട്ടുമ്പോഴാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർക്ക് ഓർക്കുന്നത്. ദൈവത്തോട് അവർ നിലവിളിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ബുദ്ധിമുട്ട്, മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഏതെങ്കിലും ബുദ്ധിമുട്ടുമായിട്ട് ഏതെങ്കിലും മെഡിസിൻ കഴിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്നു. ഒരു പക്ഷേ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം മെഡിസിൻ കഴിച്ചിട്ടായിരിക്കാം ഉറങ്ങുന്നത്. ആ ഒരു എനർജി കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ഹീല് സംഭവിക്കാൻ വേണ്ടിയിട്ട്, ഒരു മനസ്സിനൊരു ഹീല് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഒന്ന് ഉറങ്ങിക്കിട്ടിയെങ്കിൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ നിലവിളിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 9 ഓഫ് സോഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് വാണ്ട്. നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യുന്നത് അവർക്ക് ഇപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. ചില വ്യക്തികൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസ് ആരെങ്കിലും നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവരുടെ പിറകെ യാചിച്ച് കരഞ്ഞ് ചെല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് വളരെ വിഷമം തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്കാണ്. ഇന്നലെയും ചെന്ന് വഴക്കൊട്ടിട്ട് വന്ന വ്യക്തികൾക്കുള്ള എനർജി അല്ല. മൂവ് ഓൺ ചെയ്തവർക്കാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പിറകെ തിരികെ വരുന്നത്. ഓക്കെ, നിഴലിനെ പോലെയാണ്. നിഴലിനെ എത്രത്തോളം നിങ്ങൾ പിന്തുടരുന്ന ചെല്ലുമ്പോഴും നിഴൽ ദൂരോട്ട് മാറും. നിങ്ങൾ എപ്പോഴാണോ അത് സ്റ്റോപ്പാക്കി നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ വരുന്നത്, അപ്പോൾ നിഴൽ നിങ്ങളുടെ പിറകെ വരും. അങ്ങനെ സ്വന്തം കാര്യം നോക്കി പോകുന്ന വ്യക്തികളുടെ പേഴ്സണാണ് ഇപ്പോൾ ഇരുന്ന് കരയുന്ന അവസ്ഥ വന്നിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കാര്യം നോക്കി പോകുമ്പോൾ മാത്രമേ നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുമ്പോൾ മാത്രമേ അവർക്ക് കർമ്മ ലഭിക്കുകയുള്ളൂ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയോടൊപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നത് 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 2 ഓഫ് പെൻറ്റിക്കിൾ അവിടെ ജഗ്ലിംഗ് സിറ്റുവേഷനാണ് നടക്കുന്നത്. ഇപ്പോൾ അവിടെ മാനസികമായിട്ടും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ഉള്ളതുകൊണ്ട് തേർഡ് പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്തയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം, പേജ് ഓഫ് പെൻറ്റിക്കിൾ, നിങ്ങൾക്കൊരു ഓഫർ തരണം എന്നുള്ള ചിന്തയിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ജഗ്ലിംഗ് അനുഭവപ്പെടുന്നുണ്ട്. തേർഡ് പാർട്ടിയെ വേണോ നിങ്ങളെ വേണമോ
എന്നൊരു ചിന്ത വരുന്നു. കാരണം നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് സ്നേഹം തോന്നുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ ഒരുപാട് നിങ്ങളുടെ പേഴ്സണ് വരുന്നത് കൊണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചില പ്രോബ്ലങ്ങൾ വരുന്നു. 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. അവിടെ ഒരു ഭ്രമമായിരുന്നു. നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് ഭ്രമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇലൂഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കിയിരിക്കുന്നത്. 7 ഓഫ് കപ്പ്. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾ, ഒരുപാട് സാമ്പത്തികം, എനിക്കതുണ്ട് ഇതുണ്ട് ഒക്കെ പറഞ്ഞ് 9 ഓഫ് കപ്പ്, ഒരുപാട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഉള്ള രീതിയിൽ ഇവിടെ 9 ഓഫ് കപ്പാണ് കാണിച്ചത്. ഒരുപാട് സ്നേഹമുണ്ട്. ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾ, എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാടുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം. അവിടെ സ്വർണമുണ്ട്, വിജയമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കാണിച്ച് ഭ്രമപ്പെടുത്തിയാണ് നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിച്ചും എടുത്തും നിങ്ങളുടെ പേഴ്സണെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഓക്കെ, അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം മായയായിരുന്നു എന്ന്. ഓക്കെ, ഇത് മൊത്തവും അവരുടെ സ്വപ്നമാണ്. ഒരു സ്വപ്നത്തിൽ ആണ് ഇതെല്ലാം കാണുന്നത്. അപ്പം അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വെറുതെ ആയിരുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടി കാണിച്ചിരുന്നത് വളരെ അച്ചടക്കവും സൗമ്യവും സ്നേഹവുമായിട്ട് മീട്ടി ബാത്ത് ചെയ്യുന്നതായിട്ടുള്ള ചില വ്യക്തിയായിരിക്കും. അങ്ങ് ചെന്നപ്പോഴായിരിക്കും അറിയുന്നത്. അപ്പം ഈ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നല്ല പിള്ളയായിട്ട് അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിലും അച്ചടക്കത്തിലും അത് കണക്ക് തന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് അവരുടെ ലൈഫിലേക്ക് കടന്നു ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു 9 ഓഫ് പെൻറ്റിക്കിളും ഇല്ല, 10 ഓഫ് പെൻറ്റിക്കിളും ഇല്ല, 9 ഓഫ് കപ്പും ഇല്ല. അവിടെ ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ്റിങ് മാത്രം, ഹൃദയത്തെ തകർക്കുന്നതായിട്ടുള്ള വേദന മാത്രമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉള്ളത് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ കണ്ടിരുന്നത് മൊത്തവും ഒരു സ്വപ്നമായിരുന്നോ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, കാരണം ഒരു തോൽവി ഇവിടെ സംഭവിച്ചതായി കാണുന്നു. ഓക്കെ, അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ മാനസികമായിട്ടും ചില തോൽവി സംഭവിച്ചിരിക്കുന്നു. ആ ഒരു സിറ്റുവേഷനെ നോക്കിയാൽ മനസ്സിലാകാം നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി വന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ച് അല്ലെങ്കിൽ തേർഡ് പാർട്ടി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ്, പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി, പെട്ടെന്നായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു ഇതൊരു ചീറ്റിംഗ് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ചതിയിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം എൻ്റെ വ്യൂസിന് സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഭയങ്കര വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഭയങ്കര വിഷമത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. മൊത്തത്തിൽ വാളിൻ്റെ ബഹളങ്ങൾ തന്നെയാണ്. ഇവിടെ 9 ഓഫ് സോഡ്, ഇവിടെ 10 ഓഫ് സോഡ്, അതുപോലെ തന്നെ പ്രാർത്ഥന, കുറ്റബോധം, വിഷമം, കരച്ചിൽ ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. തേർഡ് പാർട്ടിയെ ഭയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ഗ്രോത്താണ് വന്നിരിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രോത്താണ് വരുന്നത്. ഇവിടെ ഹാപ്പി ഫാമിലി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തികൾക്കെല്ലാം അവർക്ക് കർമ്മ ലഭിക്കും എന്നുള്ളതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരത്തില്ല, ഈ ഗ്രോത്ത് നിങ്ങളിലേക്ക് വന്നു ചേരത്തില്ല. അത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടക്കണം. ഓക്കെ, നിങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നതായിട്ടുള്ള
ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നെങ്കിൽ മാത്രമേ, അതിൽ കടന്ന് നിങ്ങളെ ആർക്കും പിടിച്ച് വെളിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. ആ ബൗണ്ടറിയിൽ നിന്നും സ്വയമായിട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ കടന്നെങ്കിൽ മാത്രമേ, കാരണം ഈ ഒരു ബൗണ്ടറിയിൽ വന്ന് നിങ്ങളുടെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാൻ ആർക്കും പറ്റില്ല. നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും, എങ്ങനെ എന്ന് ചോദിച്ചാൽ പോലും പറ്റത്തില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്ത് വരണം. നിങ്ങൾ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ജീവിതമുള്ളൂ, ഒരു പ്രകാശം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ വേണം ആദ്യം മനസ്സ് ചിന്തിക്കാൻ, ഞാൻ ഇനി ഇങ്ങനെ ഒരു വിഷയത്തിലും തകർന്നിരിക്കുന്ന ആകില്ല. നഷ്ടപ്പെട്ടതൊന്നും നമുക്കുള്ളതല്ല. ഇന്നലെ ആരുടേതോ ആയിരുന്നു, ഇന്ന് എൻ്റേതായി, നാളെ മറ്റൊരാളുടേതാകും. ഓക്കെ, ഒന്നും നമ്മൾ കൊണ്ടുവന്നതല്ല എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. ഓക്കെ, അപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് പതുക്കെ എഴുന്നേൽക്കാം. അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റതിന് ശേഷം ആദ്യം വേണ്ടത് അവിടെ നിന്ന് എഴുന്നേറ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ കൊടുത്ത് പതുക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല, നിങ്ങളുടെ ജീവിതം വളരെ ഹാപ്പിയായി മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കും, സിറ്റുവേഷനിൽ നിന്നും പുറത്ത് വന്നാൽ മാത്രം സാധിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിന് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ വ്യൂസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഓവറോൾ എനർജി വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു ഇമോഷനും ഓപ്പൺ ആക്കുന്നില്ല. ഇവിടെ അടഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കപ്പാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളടുത്ത് സങ്കടമായാലും ദേഷ്യമായാലും ഇഷ്ടമായാലും തുറന്ന് കാണിക്കുവാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നില്ല. ഓക്കെ, നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഞാൻ മലർത്തിയാണ് വെച്ചത്, സാരമില്ല. ഒരു കാർഡ് സെലക്ട് ചെയ്തോളൂ. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, ഇതിൽ ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പക്ഷേ അവസാനിച്ച റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് വീണ്ടും ഓപ്പൺ ആക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒരിക്കൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അവരുടെ ഫീലിങ്സ് എന്താണെന്ന് അവർ കാണിച്ചിട്ടില്ല. അത് മുഴുവനും ഹൈഡ് ചെയ്ത് വെക്കുകയായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഞാൻ ആദ്യത്തെ കാർഡിൽ പറഞ്ഞത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരു ഇമോഷനും ഇപ്പോൾ ഓപ്പൺ ആക്കുന്നില്ല, ഈ കപ്പ് ഓപ്പൺ ആക്കുന്നില്ല, എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അതേ ഇത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ വന്ന കാര്യത്തെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം വീണ്ടും അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി തന്നെ വീണ്ടും ഉദിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു എന്നുള്ള മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അടുത്ത മെസ്സേജ് നോക്കാം. ദ മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മറ്റ് ചില തേർഡ് പാർട്ടിയുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് തളർത്തിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ അവർക്ക് വിട്ട് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നീ എൻ്റെ ലൈഫിൽ നിന്ന് മാറിപ്പോ, അല്ലെങ്കിൽ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിന്നെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വേദനയോടുകൂടിയാണ് നിന്നെ ഞാൻ വിട്ടയച്ചത് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ്, ഇപ്പോൾ സമയം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നത്. സമയം അനുകൂലമാകുമ്പോൾ ഞാൻ നിന്നിലേക്ക് കടന്നു വരുമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഇടയിൽ വന്നിരുന്നതായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം നമ്മളുടെ ഇടയിൽ വന്ന പ്രശ്നങ്ങൾ
പരസ്പരം തെറ്റിദ്ധാരണകൾ നമുക്ക് പറഞ്ഞു തീർത്താൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ഇടയിൽ വന്നതെല്ലാം അത് സമയമാകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു മെസ്സേജും കാര്യങ്ങളും എല്ലാം, നീ എന്നെ വിട്ടു പോകാൻ ഞാൻ നിന്നെ അനുവദിച്ചത് വളരെ വേദനയിൽ കൂടി ആയിരുന്നു. ഒരു പക്ഷെ നീ അത് മനസ്സിലാക്കി കാണില്ല. തേർഡ് പാർട്ടികളുടെ ഉപദേശങ്ങൾ, ചിലപ്പോൾ അവരുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ആ തേർഡ് പാർട്ടി കാരണം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിരന്തരമായിട്ടുള്ള ഉപദേശങ്ങളും പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും കാരണം നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇതിലെല്ലാ പോസിറ്റീവ് അനുഗ്രഹങ്ങളും എൻ്റെ വ്യൂസിലേക്ക് തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എല്ലാ പോസിറ്റീവ് എനർജിയും എൻ്റെ വ്യൂസിലേക്ക് വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.